എവിടെ ഒപ്പിച്ചു? വീട്ടിലെ ചെമ്പോയിലെ പൊക്കി ആക്രിക്കടക്ക് വെച്ചു. ഇതെന്താ ഞങ്ങൾ അറിയാൻ ഒരു പുതിയ പരിപാടി? ഏതായാലും ആ കിളവൻ രണ്ട് കൊടുത്താലേ എനിക്ക് ഉറക്കം വരും. ഉണ്ടപ്പക്കുറു പറഞ്ഞു കൂലിക്ക് തല്ലുന്നവരുണ്ടെന്ന്. 50 രൂപ കൊടുത്താൽ ഇട്ടിച്ച് അക്കളാന്റെ പല ചാടിക്കും. നമുക്ക് പിടിച്ചു. എന്നാവാ റൗഡികളെ കൊണ്ട് കാര്യം ഒപ്പിക്കാം. 50 രൂപയുണ്ട്. ഞങ്ങൾ ഈ വളവിൽ ഒളിച്ചു നിൽക്കും. അയാളെ ഇട്ടിച്ചൊരു പരുവമാക്കിയേക്കണം. ഞങ്ങൾ വരുമ്പം നിങ്ങൾ ഓടിക്കളയണം. അത് ഞങ്ങളെ വയസ്സിലാണ് പതുക്കെ അടിക്കണം, അല്ലെങ്കിൽ കേൾ ചത്തുവോ? ആ പാർട്ടി ഇപ്പം വരും. എല്ലാം പറഞ്ഞു വരണടാ. നിങ്ങൾ എന്റെ ശത്രുവല്ല, മിത്രം. ഏതായാലും എനിക്ക് ഉപകാരം ചെയ്യാമെന്നതിന് നന്ദി. എന്റെ പേര് വാസുപിള്ള. ഞാൻ വെറും പിള്ള. ആ, പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷമാണ്. ഞാനും എന്റെ മകളും ഇവിടെ അടുത്താണ് താമസം. കാലച്ചന്ത കഴിഞ്ഞ് 3ാമത്തെ വീട്. വീട്ടിലോട്ടൊന്ന് വരണം. നാളെ കാലത്ത് വരാം. ആ, അപ്പോ നാളെ കാണാം. ബൈ. അയ്യോ, എന്റെ ചെമ്പുകാലം പോയി കിട്ടി. മോളെ, ഞാൻ പുറത്തോട്ടൊന്ന് പോവുക. എന്നെ അന്വേഷിച്ച് ഒരാൾ വരും. ഇരിക്കാൻ പറയണം, ചായ ഒക്കെ കൊടുക്കണം. ഒരു പിള്ള. അമ്മ കൈ നോക്കി ഫലം പറയും. വേണ്ട. അമ്മ കൈ നോക്കി ഫലം പറയാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? അമ്മ നല്ല ഫലം പറയാം. തന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു? ഇനിയും തട്ടിയാൽ താൻ ഫലം അറിയും. ആ, വരൂ. നിങ്ങളോ? അച്ഛൻ വിളിച്ചുകൊണ്ടല്ലേ ഞാൻ വന്നത്. ഇവിടെയും പോലീസ് മുറയോ? അച്ഛനെ വിളി, ഞാനൊന്ന് ചോദിക്കട്ടെ. വിളിച്ചു വരുത്തി അപമാനിക്കുകയാണോ? അറിയാതെ പറ്റിപ്പോയതാണ്. ഷർട്ട് എടുത്തരൂ, ഞാൻ ഉണക്കി തരാം. അപ്പോഴേക്ക് അച്ഛനും വരും. വേണ്ട വേണ്ട, ഞാൻ പോവുക. അയ്യോ, പോകരുത്. അതിഥിയെ സൽക്കരിക്കുന്നതിൽ അച്ഛന് വലിയ നിർബന്ധമാണ്. ഓ, ലോകത്ത് ആരെങ്കിലും പേടിയുണ്ടല്ലോ. സമാധാനമായി. നിങ്ങളവിടെ പിടിച്ചിരുത്തണമെന്നാ അച്ഛൻ പറഞ്ഞിട്ട് പോയത്. എന്നെ ഇവിടെ കുളിപ്പിച്ചിരുത്തണമെന്ന് പറഞ്ഞില്ലല്ലോ. ഒരു അബദ്ധം പറ്റിപ്പോയി. ഷർട്ട് ഒരു തരുങ്ങ ഉണക്കി തരാം. ഒരു തരുന്നേ. ഓ, നാണമായിരിക്കും. എന്നാ മുറിലേക്ക് കയറിയിട്ട് ഒരു തരൂ, ഉണക്കി തരാം. ശരി, ഊരിത്തരാം. അവൾ എന്റെ ഷർട്ട് തേച്ചത്. ഞാൻ കഥ തുറന്ന് വന്നപ്പോ അവളുടെ കയ്യിലൊരു പൂവ്. ഈ പൂവ് അതവൾ എന്റെ കയ്യിലോട്ട് തന്നു. എന്നിട്ടൊന്നുമില്ല. നമുക്ക് പൊടി കിട്ടണില്ല. എന്താണ് ചുംബിച്ച്? വലിയൊരു സംസാരിക്കുമ്പോ നീ തലയിടരുത്. പിന്നെ ചങ്ങാതി വസ്റ്റാണല്ലോ. ഇത് മാറ്റാൻ തന്നെ പ്രേമം. പിള്ള പോലീസിനെ കെട്ടിയാല് ഞങ്ങളിവിടെ ഒരു വിലസ്. പക്ഷേ ഒരു കുഴപ്പം, നല്ല തന്തയും വേണം, നല്ല ഗുസ്തിക്കാരാണെന്ന് തെളിയിക്കുകയും വേണം. എന്നാലേ ഭയൽവാൻ പെണ്ണിനെ എനിക്ക് കെട്ടിച്ചു തരൂ. ഓ,
അതിത്തിരി വിഷമം ഉണ്ടാക്കും. വേറെ വഴിയൊന്നുമില്ലേ? ഇല്ലെങ്കിൽ ആണത്തുള്ളവരാണെന്ന് തെളിയിച്ചാലും മതി. അതെങ്ങനെ? ഈ നാട്ടില് ആണത്തുള്ളവർ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അയാൾ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യാം. ആ, അത് ഐഡിയ. ഇരട്ടച്ചങ്ങൻ തീരു ചട്ടമ്പിക്കോരനെ കുത്തിക്കൊന്ന് കണ്ണൂർ ജയിലിൽ കിടന്നവനാ. അവൻ ആനാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ ഇരട്ടച്ചങ്കൻ കീഴ് ചെയ്ത പോലെ ചെയ്ത് ആണാവാം. ആ കിഴവൻ നമ്മുടെ വഴിക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വത്തും പണവുമെല്ലാം ആ തെരുവ് തന്നെയാണ് അനുഭവിക്കാൻ പോകുന്നത്. അതിന് നമ്മൾ അനുവദിക്കരുത്. ഒന്നുകിൽ പിള്ളയെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ പിള്ളയെ പിടിച്ചു വെച്ച് ആ തന്തയെ കൊണ്ട് എല്ലാം നമ്മുടെ പേർക്ക് എഴുതി വാങ്ങിക്കുക. എന്നെയാണോ? പിള്ളേ, പിള്ള എന്തിനാ ഈ തെണ്ടിപ്പിള്ളേരോട് ഇങ്ങനെ നടക്കുന്നത്? പിന്നെ എന്റെ കൂട്ടുകാരെ പറ്റി പറഞ്ഞാലുണ്ടല്ലോ. പിള്ള ഒരു കാര്യം ചെയ്യും, ഈ പിള്ളേരോട് ഇങ്ങനെ കണാകുറ നടക്കാതെ ഞങ്ങളോട് ചേരും. എന്നാ അച്ഛനൊന്ന് വിട്ടുതരാം. നിങ്ങള് കള്ളം പറയുക? അല്ലല്ല, പിള്ളയാണ് സത്യം. കള്ളന്മാരിങ്ങനെ പല സത്യവും പറയും. ഞാനൊന്നും വിശ്വസിക്കത്തില്ല. ഞാൻ പോവുക. അങ്ങനെ പോയാലും വഴിവിടെ, എനിക്ക് പോണം. വിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് വിളിച്ചു പോവും. അയ്യോ, തല്ലിക്കൊല്ലാൻ നിന്റെ തന്ത പോലും ഞങ്ങളോട് ചോദിക്കില്ല. ആരും വരുമെന്ന് കാണാം. വിടാനാണ് പറഞ്ഞത്. നാണോ ഇല്ലല്ലോ നിങ്ങൾക്ക് ഈ പാവത്തിനെ ഇങ്ങനെ ഉപദ്രവിക്കാൻ? എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതായിരിക്കും. ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് വിചാരിച്ചു. ഓ, ഇതാര്? വനിതാ പോലീസോ? ഒന്ന് കാണണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. ആള് കൊള്ളാമല്ലോ. അനാവശ്യം പറയുന്നു. ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാതിരുന്നാൽ അതാണ് നല്ലത്. കരയരുത്. പിള്ളയ്ക്ക് വല്ലാതെ വേദനിച്ചു. സാരമില്ല. എനിക്ക് ആരുമില്ല പോലും. എനിക്ക് അമ്മയും അച്ഛനും ബിച്ചുവും ഉണ്ടപ്പക്കുറും കോയക്കുട്ടി എല്ലാവരും ഉണ്ട്. യുവന്മാർക്ക് ആരുമില്ലാത്തത്. സമാധാനമായിട്ടിരിക്കും. പിള്ളയ്ക്ക് ഞാനുണ്ടല്ലോ. ഇവന്മാരോടൊക്കെ ഇതിന് കണക്ക് ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടാവും. ഈ തമ്പിമാരുടെ വീടേതാ? കുറച്ച് തെക്ക. അച്ഛാ, അച്ഛാ, എന്താ വേണ്ടത്? അച്ഛനെ ഒന്ന് കാണണം. ഏതച്ഛന്? എന്റെ അച്ഛൻ. നിന്റെ അച്ഛനും? അതെ. എന്താ കാര്യം? അത് അച്ഛനോട് മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് അമ്മ പറഞ്ഞയച്ചിരിക്കുക. അപ്പോ നീ കാര്യം പറയത്തില്ല അല്ലേ? ഇല്ല, അച്ഛനോട് മാത്രമേ പറയൂ. തീർച്ചയാണോ? തീർച്ച. പുറമത്തെ ഇല്ല, പറഞ്ഞിട്ടേ പോകൂ. അച്ഛ, ഇന്ന് അച്ഛന്റെ പിറന്നാളാ. ഞാനും അമ്മയും കൂടി അമ്പലത്തിൽ പോയി അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇതാ പ്രസാദം. കൈവിടാൻ അച്ഛ, അച്ഛനെ വിടാൻ പറ അച്ഛ, അച്ഛനെ വിടാൻ പറ. അയ്യോ, ഇതൊക്കെ അനുഭവിക്കാൻ നിന്നോട് ഞാൻ എന്ത് തെറ്റ് ചെയ്തു?